നടന്ന നയതന്ത്ര ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുണ്ടായ അസാധാരണമായ കൂടിക്കാഴ്ച ലോകമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ തായ്വാൻ വിഷയത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ട്രംപ് സ്വീകരിച്ച നിശബ്ദതയും തുടർന്നുണ്ടായ വിചിത്രമായ പ്രതികരണവുമാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഉച്ചകോടിയിൽ അമേരിക്കയുടെ വ്യക്തമായ നിലപാട് പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിൽ ട്രംപ് പതറുന്ന കാഴ്ചയാണ് ബീജിംഗിൽ ദൃശ്യമായത്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് എന്താണെന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ ട്രംപ് അസ്വസ്ഥനായി കാണപ്പെട്ടു. ചോദ്യം പൂർണ്ണമായും അവഗണിച്ച അദ്ദേഹം അപ്രതീക്ഷിതമായി ചൈന അതിമനോഹരമാണ് എന്ന് പ്രസ്താവിച്ചത് അവിടെ ഉണ്ടായിരുന്നവരെ ഒരുപോലെ അത്ഭുതപ്പെടുത്തി. അതീവ ഗൗരവകരമായ ഒരു നയതന്ത്ര ചർച്ചയ്ക്കിടെ ഇത്തരമൊരു ലാഘവത്തോടെയുള്ള മറുപടി ട്രംപിൽ നിന്നുണ്ടായത് അമേരിക്കയുടെ വിദേശ നയത്തിൽ വന്ന മാറ്റമാണോ അതോ സമ്മർദ്ദത്തിന് വഴങ്ങിയതാണോ എന്ന സംശയം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഷീ ജിൻപിങ്ങിനൊപ്പം വേദി പങ്കിടുമ്പോൾ ട്രംപിന്റെ ശരീരഭാഷയിൽ പ്രകടമായ അസ്വസ്ഥത ഉണ്ടായിരുന്നു. തായ്വാൻ കടലിടുക്കിലെ സൈനിക നീക്കങ്ങളും ചൈനയുടെ അവകാശവാദങ്ങളും നിലനിൽക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പിന്മാറ്റം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നിരീക്ഷകർ കരുതുന്നു. ചൈനീസ് മണ്ണിൽ വെച്ച് ഷീ ജിൻപിങ്ങിനെ പ്രകോപിപ്പിക്കേണ്ട എന്ന തന്ത്രപരമായ നീക്കമാണോ അതോ തായ്വാൻ വിഷയത്തിൽ അമേരിക്ക പിന്നോട്ടു പോകുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഉച്ചകോടിയിൽ തായ്വാൻ മാത്രമല്ല വ്യാപാര തർക്കങ്ങൾ, അപൂർവ ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണം, ഇറാന്റെ നീക്കങ്ങൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളും ചർച്ചയായി. ആഗോള വിപണിയെ നിയന്ത്രിക്കുന്ന ഈ ഘടകങ്ങളിൽ ചൈനയുമായി ഒരു ഒത്തുതീർപ്പിന് ട്രംപ് ശ്രമിക്കുന്നതിനിടയിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ചൈനയിൽ നിന്നുള്ള അപൂർവ ധാതുക്കളുടെ ഇറക്കുമതി അമേരിക്കൻ സാങ്കേതിക മേഖലയ്ക്ക് അത്യന്താപേക്ഷിതമായതിനാൽ ബീജിംഗിനെ പിണക്കാതിരിക്കാൻ ട്രംപ് ബോധപൂർവം ശ്രമിക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. ഇറാൻ വിഷയത്തിൽ ചൈനയുടെ പിന്തുണ തേടുക എന്നതും ട്രംപിന്റെ ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ നിലപാട് അമേരിക്കയ്ക്ക് നിർണായകമാണ്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ തായ്വാൻ എന്ന റെഡ് ലൈൻ മറികടക്കാൻ ട്രംപ് ഭയപ്പെടുന്നുണ്ടോ എന്ന സംശയം ബീജിംഗിലെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ജനിപ്പിക്കുന്നു. അമേരിക്കയുടെ പസഫിക് മേഖലയിലെ സ്വാധീനം കുറയുന്നതിന്റെ ലക്ഷണമായാണ് ഇതിനെ പലരും കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ട്രംപിന്റെ ചൈന സുന്ദരമാണ് എന്ന പ്രസ്താവന ഇതിനോടകം പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും പാത്രമായിട്ടുണ്ട്. ഒരു ലോകശക്തിയുടെ തലവൻ എന്ന നിലയിൽ സങ്കീർണമായ രാഷ്ട്രീയ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അമേരിക്കയുടെ അന്തസ്സിന് ചേർന്നതല്ലെന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ട്രംപിന്റെ ഈ പതർച്ച ഷീ ജിൻപിങ്ങിന് ലഭിച്ച നയതന്ത്ര വിജയമായാണ് ചൈനീസ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. തായ്വാൻ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ വാക്കും യുദ്ധത്തിലേക്കോ സമാധാനത്തിലേക്കോ വഴി തുറക്കുന്നതാണ്. അവിടെയാണ് ട്രംപിന്റെ ഈ മൗനം അപകടകരമാകുന്നത്. തായ്വാനെ സംരക്ഷിക്കുമെന്ന മുൻകാല വാഗ്ദാനങ്ങളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നു എന്ന സൂചന ചൈനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഇത് മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ തകർക്കാൻ സാധ്യതയുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റിനെ ഇത്തരത്തിൽ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. തായ്വാൻ ചൈനയുടെ ആഭ്യന്തര വിഷയമാണെന്ന ബീജിംഗിന്റെ നിലപാടിന് ട്രംപിന്റെ മൗനം ഒരുതരം അംഗീകാരമായി അവർ വ്യാഖ്യാനിക്കും. ഇത് പരോക്ഷമായി ചൈനയുടെ വിദേശ നയത്തിന് കരുത്തു പകരുന്ന നീക്കമായി മാറി. വ്യാപാര മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ട്രംപ് വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നുണ്ടോ എന്നതും ഈ കൂടിക്കാഴ്ച നൽകുന്ന സൂചനയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനീസ് വിപണിയിൽ എത്തിക്കുന്നതിനും താരിഫ് കുറയ്ക്കുന്നതിനും പകരമായി തായ്വാൻ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു ഡീൽ പിന്നണിയിൽ നടക്കുന്നുണ്ടോ എന്ന് നയതന്ത്ര വിദഗ്ധർ സംശയിക്കുന്നു. എങ്കിലത് ഏഷ്യയിലെ ജനാധിപത്യ രാജ്യങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ബീജിംഗിലെ ഈ നാടകീയ രംഗങ്ങൾ ഇന്തോ പസഫിക് മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ബാധിക്കും. ജപ്പാൻ, ഫിലിപ്പീൻസ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ സുരക്ഷാ കവചത്തിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ തായ്വാൻ ചോദ്യത്തിനു മുന്നിൽ ട്രംപ് പതറുമ്പോൾ ഈ രാജ്യങ്ങൾക്കും തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് പുനർചിന്തനം നടത്തേണ്ടി വരും. അമേരിക്കയുടെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനകളിൽ പല പ്രധാന വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ ആ ഒരൊറ്റ വാചകം അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി. ചൈന മനോഹരമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ഒരു തരം നയതന്ത്രപരമായ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്.
ഗൗരവകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദികളിൽ ഇത്തരം വികലമായ പ്രതികരണങ്ങൾ വരുന്നത് ട്രംപിന്റെ ഭരണശൈലിയിലെ പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചൈനയുടെ സാമ്പത്തിക മേധാവിത്വത്തിനു മുന്നിൽ അമേരിക്ക മുട്ടുമടക്കുന്നതിന്റെ സൂചനയാണോ ഇതെന്ന് സാമ്പത്തിക വിദഗ്ധരും ചോദിക്കുന്നു. അപൂർവ ധാതുക്കളുടെ ലഭ്യത തടയുമെന്ന് ചൈന ഭീഷണിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ അമേരിക്കൻ വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ ട്രംപിന് മറ്റു വഴികളില്ലാതെ വന്നതാകാം. എങ്കിലും രാഷ്ട്രീയമായ ഉറച്ച നിലപാടുകൾ കൈവിടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകും. ഈ ഉച്ചകോടിക്ക് ശേഷം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. ട്രംപിന്റെ മടക്കയാത്രയ്ക്ക് ശേഷം വൈറ്റ് ഹൗസ് ഈ സംഭവത്തെ എങ്ങനെ വിശദീകരിക്കുമെന്നത് നിർണായകമാണ്. ഒരുപക്ഷെ ഇതൊരു നയതന്ത്ര തന്ത്രമായിരുന്നു എന്ന് അവർ അവകാശപ്പെട്ടേക്കാം. എങ്കിലും ക്യാമറകൾക്ക് മുൻപിൽ ട്രംപ് കാണിച്ച നിസ്സഹായത മായ്ച്ചു കളയാൻ പ്രയാസമായിരിക്കും. ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഏകധ്രുവ ലോകക്രമം അവസാനിക്കുകയും ചൈന ഒരു വലിയ ശക്തിയായി ഉയരുകയും ചെയ്യുന്നതിന്റെ നേർക്കാഴ്ചയാണ് ബീജിംഗിൽ കണ്ടത്. ട്രംപിന്റെ വിചിത്രമായ പെരുമാറ്റം ഈ മാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കൂ. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് തായ്വാന്റെ അടുത്ത നീക്കങ്ങളിലേക്കും അതിനോടുള്ള അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണത്തിലേക്കുമാണ്. ട്രംപിന്റെ ബീജിംഗ് സന്ദർശനം പ്രതീക്ഷിച്ച് ഫലം നൽകിയു എന്നത് സംശയകരമാണ്. തായ്വാൻ വിഷയത്തിലെ ഒഴിഞ്ഞുമാറ്റം അമേരിക്കയുടെ വിദേശ നയത്തിലെ വലിയൊരു വിള്ളലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. ചൈന സുന്ദരമാണെന്ന വാക്കുകൾ ട്രംപിനെ വരും ദിവസങ്ങളിൽ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. നയതന്ത്ര വേദികളിലെ ഇത്തരം പതർച്ചകൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോന്നവയാണ്.